ഹായ്, എല്ലാവർക്കും നമസ്കാരം. iPlusന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ HSSCയുടെ സിലബസ് ഒന്നൊന്ന് മാറി വന്നിട്ടുണ്ട്. ഒരു അടിമുടി ഒരു മാറ്റമുണ്ട്. ചില കാര്യങ്ങളില്ല, ചില കാര്യങ്ങളുണ്ട്. പക്ഷെ ആദ്യം തന്നെ പറഞ്ഞോട്ടെ, കമ്പാരിറ്റീവ്ലി പഠിക്കാൻ പഴയ സിലബസിനേക്കാൾ കുറച്ചുകൂടി ഈസി ഇപ്പോൾ വന്നിരിക്കുന്ന സിലബസ് ആണ്. അപ്പൊ അതുകൊണ്ട് കാര്യമായിട്ട് പഠനം സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ iPlus ഒരു 60 ദിവസത്തെ ഒരു ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതിന്റെ ഡീറ്റെയിൽസ് അറിയെങ്കിൽ താഴെ കോൺടാക്ട് നമ്പർ ഉണ്ട്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ ഇന്ന് ഇപ്പോൾ ആ പുതിയ സിലബസിന്റെ അപ്ഡേറ്റ് ചെയ്ത് വന്ന സിലബസിന്റെ ഒരു ഡിസ്കഷനാണ് നമ്മൾ നോക്കുന്നത്. പുസ്തകങ്ങളൊക്കെ ഏതൊക്കെ നോക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഇവിടെ ഫസ്റ്റ് യൂണിറ്റ് നേരത്തെ പോലെ തന്നെ നമുക്കിവിടെ മാത്തമാറ്റിക്കൽ ഫിസിക്സ് ഫസ്റ്റ് മൊഡ്യൂൾ. ഇവിടെ 7 മൊഡ്യൂളുകളേ ഉള്ളൂ. പല കാര്യങ്ങളും ഒരുമിച്ചാക്കിയാണ് 7 മൊഡ്യൂൾ ആക്കിയിരിക്കുന്നത്. ഓരോ മൊഡ്യൂളിലും 10 മാർക്ക് വെച്ചിട്ടാണ് ചോദ്യങ്ങളുള്ളത്. അപ്പോൾ മാത്തമാറ്റിക്കൽ ഫിസിക്സ് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് കുറെ ടോപ്പിക്കുകൾ നേരത്തെ ഉള്ളത് തന്നെയാണ്. കുറെ ഉള്ള ടോപ്പിക്കുകളാണ് നേരത്തെ ഉള്ളത്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഈ പറയുന്ന പോലെ കോംപ്ലക്സ് അനാലിസിസ് പഴയ സിലബസിലുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ്. വ്യത്യാസം ഒന്നുമേ ഇതിനകത്തില്ല. ഫുറിയർ സീരീസും ഫുറിയർ ട്രാൻസ്ഫോമും അതിനകത്തുണ്ട്. പക്ഷേ ലാപ്ലേസ് ട്രാൻസ്ഫോം പഴയ സിലബസിൽ ഇല്ലായിരുന്നു. ലാപ്ലേസ് ട്രാൻസ്ഫോം ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്. പിന്നെ പുതിയതായിട്ട് ഇൻക്ലൂഡ് ചെയ്ത മറ്റു പോർഷൻസ് ടെൻസറുകളും ഗ്രൂപ്പ് തിയറിയുമാണ്. അത്യാവശ്യം നന്നായിട്ട് പഠിക്കാനുള്ള ഭാഗങ്ങൾ ടെൻസറിലും ഗ്രൂപ്പ് തിയറിയിലുമുണ്ട്. പിന്നെ നമ്മുടെ ഈ വെക്ടേഴ്സിന്റെ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. വെക്ടേഴ്സും കോർഡിനേറ്റ് സിസ്റ്റവും വന്നിട്ടുണ്ട്. വെക്ടേഴ്സ് മാത്രമല്ല, കോർഡിനേറ്റ് സിസ്റ്റം. ഇപ്പൊ നമ്മൾ വീഡിയോ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന കോർഡിനേറ്റ് സിസ്റ്റം ആണ് നമ്മുടെ ക്ലാസ്സുകളിൽ. അപ്പൊ അതുകൊണ്ട് പിന്നെ മെട്രിസസ്, നിങ്ങൾക്കറിയാം വെക്ടേഴ്സ് മെട്രിസസ് പോലെയുള്ള കാര്യങ്ങളാണ് മാത്തമാറ്റിക്സ് ഫിസിക്സ് ഏറ്റവും ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. ഈ മെട്രിക്സിനൊക്കെ 2 ചോദ്യങ്ങൾ ഉറപ്പായിട്ടുണ്ടാവും. വെക്ടേഴ്സിന് 2 ചോദ്യങ്ങൾ ഉണ്ടാവും. അതൊക്കെ ഈസി ആയിട്ട് കിട്ടും. അപ്പൊ അതുകൊണ്ട് പക്ഷെ പഠിക്കാനൊന്നും കിട്ടില്ല കേട്ടോ. അത് പഠിക്കണം. ദെൻ സ്പെഷ്യൽ ഫംഗ്ഷൻസ് മുമ്പത്തെ സിലബസിൽ ഉണ്ടായിരുന്ന എല്ലാം, ആൽഫ, ബീറ്റ, ഗാമ, ഹെർമൈറ്റ്, ബെസൽ, ലാഗുറെ, ലെജൻഡറി എല്ലാം ഇതിൻ്റെ അകത്ത് ഉണ്ട്. ബെസലും ഒക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം അതുപോലെ തന്നെ പഠിക്കേണ്ട കാര്യങ്ങളാണ് എല്ലാം. യെസ്. അപ്പോൾ റെഫറൻസ് പുസ്തകം ഞാൻ എപ്പോഴും പറയുന്നത് നമ്മുടെ HK ദാസിന്റെ പുസ്തകം പഠിക്കണം. അതുപോലെ തന്നെ സത്യപ്രകാശിന്റെ പുസ്തകം അത്യാവശ്യം നല്ല പുസ്തകങ്ങളാണ്. കണ്ടന്റുകളൊക്കെ അതിൻ്റെ ഒരു ഇതുണ്ട്. ഇനി മൊഡ്യൂൾ 2 വന്നു കഴിഞ്ഞാൽ ക്ലാസിക്കൽ മെക്കാനിക്സ് ആണ്. ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഇതിൻ്റെ അകത്ത് ഈ കാനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ, പോസോൺ ഇക്വേഷൻ അല്ലെങ്കിൽ പോസോൺ ഇക്വേഷൻസും അഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്ന കണ്ടന്റുകളാണ്. ഞാൻ ഈ പറയുന്ന പോലെ ഹാമിൽട്ടൺ ഫോർമുലിസ്റ്റിനോടൊപ്പം തന്നെ ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് കാനോണിക്കൽ. അല്ലെ, നമ്മൾ കാനോണിക്കൽ ആവാനുള്ള കണ്ടീഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്, ആ സാധനങ്ങൾ. പിന്നെ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് സ്മോൾ ഓസിലേഷൻസ് മറ്റേ സിലബസിലും കുറച്ചുണ്ടായിരുന്നു. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി, മാസ് എക്സ്പാൻഷൻ, ലെങ്ത് കോൺട്രാക്ഷൻ, ടൈം ഡയലേഷൻ, മനസ്സിലായോ? ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷനുകൾ, അല്ലെ, ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷനുകൾ, ഇതെല്ലാം ന്യൂട്ടോണിയൻ മെക്കാനിക്സ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ദെൻ ന്യൂട്ടൺസ് ലോസ് ഒക്കെ വന്നിട്ടുണ്ട് ഇതിനകത്ത്. ദെൻ മൊഡ്യൂൾ 3 വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ നോൺ ലീനിയർ ഡൈനാമിക്സ് പഴയ സിലബസിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഫ്രാക്ടൽസുകളൊക്കെ വന്നിരിക്കുന്നത്. അരുൾദാസാന്റെ പുസ്തകമാണ് നമ്മൾ കൂടുതലും ക്ലാസിക്കൽ മെക്കാനിക്സ്, ഗോൾസിന്റെ പുസ്തകം നമ്മൾ നോക്കാറുണ്ട്. ഒരുപാട് പുസ്തകങ്ങളുണ്ട്, ഞാൻ പറയുകയാണ് 1-2 മാത്രമായിട്ട്. ഇനി ക്വാണ്ടം മെക്കാനിക്സും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് ആണ് ഇതിനകത്തുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിക്കിൾ ഇൻ എ ബോക്സ്, ഹാർമോണിക് ഓസിലേറ്റർ, അതൊന്നും പഴയ സിലബസിൽ ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ക്വാണ്ടം മെക്കാനിക്സ് പറയുമ്പോൾ ഹാർമോണിക് ഓസിലേറ്റർ ആണ്. എനർജി En = n²/2 2m². പിന്നെ വേവ് ഫംഗ്ഷൻ I = 2π sin π x/L, സിമെട്രിക് ആവാം, അൺസിമെട്രിക് ആവാം, ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി, ഹയർ എക്സൈറ്റഡ് എനർജി, ഫസ്റ്റ് എക്സൈറ്റഡ് എനർജി, പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പാർട്ടിക്കിളിന്റെ ബോക്സ്, ഹാർമോണിക് ഓസിലേറ്റർ വന്നിട്ടുണ്ട്. പിന്നെ ഫണ്ടമെന്റൽസ്, പോസ്റ്റുലേറ്റ്സ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് വന്നിട്ടുണ്ട്. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഉണ്ട്, വെക്ടർ ആൾജിബ്ര ഉണ്ട്. പിന്നെ ടൈം ഡിപെൻഡന്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കഴിഞ്ഞ ക്ലാസ് ഇതിലും ഉണ്ടായിരുന്നു. പിന്നെ സ്കാറ്ററിംഗ് കഴിഞ്ഞിലുണ്ടായിരുന്നു. KG ഇക്വേഷൻസും ഒക്കെ കഴിഞ്ഞിലുണ്ടായിരുന്ന കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ 1-2 കാര്യങ്ങൾ ഇതിൻ്റെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ദെൻ ഇലക്ട്രോ ഡൈനാമിക്സ്, നമ്മുടെ മൈക്രോ പ്രോസസർ എന്ന് പറഞ്ഞ യൂണിറ്റ് എടുത്ത് കളഞ്ഞിട്ടാണ് ഇലക്ട്രോ ഡൈനാമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സ്, അതായത് ഇലക്ട്രോ ഡൈനാമിക്സും സ്റ്റാറ്റിക്സും ഒരുമിച്ചാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ അകത്തും കണ്ടോ, റിവ്യൂ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് മാഗ്നറ്റോസ്റ്റാറ്റിക്സ് ആണ് പഠിക്കാൻ പറ്റുന്ന പോർഷൻ അല്ലേ? ആണ്. അതിൽ തന്നെ ഗോസസ് ലോ, ബയോസവാർട്സ് ലോ, ആംബിയസ് തിയറം എല്ലാം ഉണ്ട്. ദെൻ മാക്സ്വെൽസ് ഇക്വേഷൻസ് ഡിഗ്രി ലെവലും PG ലെവലും ഉള്ളതുകൊണ്ട് ഇത് അത്യാവശ്യം നന്നായിട്ട് പഠിക്കേണ്ട ഏരിയ ആണ്. ഈ പറഞ്ഞ മാക്സ്വെൽസ് ഇക്വേഷനും അതുപോലെ റിലേറ്റിവിസ്റ്റിക് ഇലക്ട്രോ ഡൈനാമിക്സിന്റെ പോർഷൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇലക്ട്രോമാഗ്നറ്റിക് വേവുകൾ, വേവ് ഗൈഡുകൾ, ഡൈലക്ട്രിക് കണ്ടക്ടേഴ്സ്, റിഫ്രാക്ഷൻ, പോളറൈസേഷൻ പോലെയുള്ള കണ്ടന്റുകളും ഈ സിലബസിലുണ്ട്. അത് അത്യാവശ്യം നല്ല PG ലെവലുള്ള കണ്ടന്റ് ഇലക്ട്രോ ഡൈനാമിക്സിലുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിലാണെങ്കിൽ തെർമോ ഡൈനാമിക്സ് ഈ സിലബസിന്റെ അകത്തേക്ക് അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഒരുപാടുണ്ടായിരുന്ന കുറെ പോർഷൻസ് എടുത്തിട്ടുണ്ടെന്ന് കളഞ്ഞിട്ട് ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ, എൻസംബിളുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി. പാത്രിയുടെ പുസ്തകമാണ് നമ്മൾ സാധാരണ ഇതിൻ്റെ അകത്ത് അധികമായിട്ട് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ശരി. അടുത്തത് സ്പെക്ട്രോസ്കോപ്പി ആൻഡ് കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സ് ആണ്. അരുൾദാസാന്റെ പുസ്തകം നോക്കുന്നുണ്ട് നമ്മൾ അത്യാവശ്യം. ഇതിന്റെ അകത്തും കുറെ ഡെസ്ലാൻഡേഴ്സ് ടേബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതിലെടുത്ത് മാറ്റി പകരം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ആറ്റോമിക് സ്പെക്ട്രോസ്കോപ്പി, LS കപ്ലിംഗ്, JJ കപ്ലിംഗ്, സീമാൻ എഫക്ട്, ലാൻഡേജി ഫാക്ടർ, അല്ലെ, G = 1 + J² + L² + S² - S² 2J² ഇക്വേഷൻ ഒക്കെ ഉണ്ട്. അത്
ദെൻ ESR ഉണ്ട്, അതുപോലെ NMR ഉണ്ട്, മോസ്ഫെറ്റ് സ്പെക്ട്രോസ്കോപ്പി, ഇതൊക്കെ നല്ല പോർഷൻസുകളാണ് അതെല്ലാം ഉണ്ട്. കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സിലാണെങ്കിൽ അതിൻ്റെ അകത്ത് ബ്രില്യോൺ സോണുകൾ പഴയ അതേ കണ്ടന്റുകളാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്, വലിയ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള പോർഷൻ ആണിത്. ദെൻ മൊഡ്യൂള് 6 വന്നു കഴിഞ്ഞാൽ ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കൽ ഫിസിക്സ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഷെറർ ഇക്വേഷൻ പോലെയുള്ള കുറച്ച് ആവശ്യമില്ലാത്ത കണ്ടന്റുകൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്, എന്നിട്ട് വേണ്ട കണ്ടന്റുകൾ മാത്രമാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. ഫിഷൻ, ഫ്യൂഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊരു പോസിറ്റീവ് സൈഡാണ്. എലമെന്ററി പാർട്ടിക്കൽ ഫിസിക്സ്, ക്വാർക്ക് മോഡലുകൾ, ലിക്വിഡ് റോ മോഡല്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. നല്ലൊരു സിലബസ് ആണ് ആക്ച്വലി ഇത്. ദെൻ ഇലക്ട്രോണിക്സിലേക്ക് വന്നു കഴിഞ്ഞാലും കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം പോലെയുള്ള കുറെ ടോപ്പിക്കുകൾ, സാറ്റലൈറ്റ് എന്നൊക്കെ പറഞ്ഞ കുറെ സാധനങ്ങളുണ്ട്, അതെല്ലാം എടുത്ത് കളഞ്ഞു. അതിനുശേഷം വന്നിരിക്കുന്നത് സെമി കണ്ടക്ടർ ഡിവൈസുകൾ, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ആംപ്ലിഫയറുകൾ, ഓസിലേറ്റേഴ്സ്, RC ഓസിലേറ്റർ, കോൾപിറ്റ്സ് ഓസിലേറ്റർ, ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ എന്നൊക്കെ ഓസിലേറ്റേഴ്സ് പഠിക്കാനുണ്ട്. ഒപ്റ്റോകൾ ഡിവൈസസ് ആയ സോളാർ സെല്ല്, ഫോട്ടോ ഡിറ്റക്ടേഴ്സ്, LED ഇത് കഴിഞ്ഞ സിലബസിലും ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ ആംപ്ലിഫയറിന്റെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതുപോലെ രജിസ്റ്ററുകൾ, കൗണ്ടറുകൾ, കമ്പറേറ്ററുകൾ വന്നിട്ടുണ്ട് ഈ സിലബസിന്റെ അകത്ത്. ഓക്കെ, A to D കൺവേർട്ടർ. ഇനി അവസാനത്തെ മൊഡ്യൂൾ, 7ാമത്തെ മൊഡ്യൂളാണ് ഭയങ്കര രസമായിട്ടുള്ളത്. അതായത് റീസെന്റ് ഡെവലപ്മെന്റ് ഇൻ ഫിസിക്സ് എന്ന് പറഞ്ഞിട്ട് നാനോ ടെക്നോളജിയുടെ ഭാഗങ്ങൾ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ദെൻ നോൺ ലീനിയർ ഡൈനാമിക്സ്, സൊല്യൂഷൻ, എഫക്ട് ഓഫ് നോൺ ലീനിയാരിറ്റി ആൻഡ് ഡിസ്പേർഷൻ എന്ന് പറയുന്ന ഒപ്റ്റിക്സിന്റെ ഭാഗമാണ്. ദെൻ നോൺ കൺവെൻഷൻ എനർജി സോഴ്സസ്, വിൻഡ് എനർജി, കാറ്റ് എനർജി, സൂര്യന്റെ എനർജി, തിരമാലയുടെ എനർജി, ബയോ എനർജി, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ദെൻ എവല്യൂഷൻ ഓഫ് യൂണിവേഴ്സ്, ബിഗ് ബാങ് തിയറി, സ്പോണ്ടേനിയസ് സിമെട്രി, ബ്രേക്കിംഗ് ഹിഗ്സ് ബോസോൺ. പിന്നെ ലേസറിന്റെ പോർഷനിൽ നമ്മുടെ സ്പെക്ട്രോസ്കോപ്പിയിലുണ്ട് കേട്ടോ. ബേസിക്സ് ഓഫ് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങും എന്ന് പറഞ്ഞ് തന്നിട്ടേ ഉള്ളവർ, മനസ്സിലായോ? അപ്പൊ 70 മാർക്കിനുള്ള ഫിസിക്സിന്റെ സിലബസ് ആക്ച്വലി ഇതാണ്. ഇനി മറ്റു സിലബസിലേക്ക് പോയി കഴിഞ്ഞാൽ നേരത്തെ ഉള്ള പോലെ തന്നെയാണ്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് 5 മാർക്കിനുണ്ട്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് 5 മാർക്കിനുണ്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്കിനുണ്ട്, അതുപോലെ സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേറ്റീവ് പ്രോഗ്രാം 5 മാർക്കിനുണ്ട്, പിന്നെ നവോത്ഥാന നായകരും കറണ്ട് അഫയേഴ്സും ചേർത്ത് 10 മാർക്കിനും ഉണ്ട്. അങ്ങനെയാണ് 100 മാർക്കിന്റെ സെക്ഷനിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ഈസി സിലബസ് ആണ്. ഞാൻ പറയുന്ന പോലെ വളരെ ഡീപ്പായിട്ട് പോകേണ്ട കണ്ടന്റുകളൊന്നും ഇതിൻ്റെ അകത്തില്ല ആക്ച്വലി. നിനക്കറിയാം, നേരത്തെ നമ്മൾ കേൾക്കാത്ത കുറെ എന്തൊക്കെയോ സാധനം ഉണ്ടാവും, മൈക്രോപ്രോസസ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതെല്ലാം മാറ്റിയിട്ട് കമ്പാരിറ്റീവ്ലി ഇത് ശരിക്കും പറഞ്ഞാൽ പഴയ ഒരു സിലബസ് ആണ് ഒരു പൊടിതെറ്റി നമുക്ക് തിരിച്ചു തന്നിരിക്കുന്നത്. പക്ഷെ നമുക്ക് എന്തായാലും ഇത് ഗുണമാണ്. അപ്പൊ ഇനിയിപ്പോൾ നമുക്ക് എല്ലാവർക്കും പഠിക്കാൻ കിട്ടുന്ന സമയം ഒരേ സമയമാണ്. ആ ഒരേ സമയം നമ്മൾ വളരെ എഫക്റ്റീവ് ആയിട്ട് ഇപ്പോൾ ഒരു 10-70 ദിവസം ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു 2 മാസത്തെ 60 ദിവസത്തെ ഷെഡ്യൂളാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ വളരെ ആത്മാർത്ഥയോടുകൂടി പഠിക്കാനാണെങ്കിൽ നമ്മുടെ 2 ബാച്ചുകൾ, റെഗുലർ ബാച്ചും ഉണ്ട്, ഒരു S50 ബാച്ചിലും നമ്മൾ ഇപ്പോഴും അഡ്മിഷൻ എടുക്കുന്നുണ്ട്. പിള്ളേർ ഒരുപാട് വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ ഹാപ്പി ആയിട്ട് നന്നായിട്ട് പഠിക്കൂ. ജോയിൻ ചെയ്യാനാണെങ്കിൽ താഴെ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.